നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണേ. +1 ഇംപ്രൂവ്മെന്റ് അവസാനം നോട്ടിഫിക്കേഷൻ വരുന്നു. അതിനുള്ള എല്ലാ സർക്കുലറുമായി ഉത്തരവായി. ഇത് നമ്മൾ ആദ്യം മുതലേ ചാനലിൽ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അന്നേരം എല്ലാവരും പറഞ്ഞു ഓഗസ്റ്റിൽ നടത്തും, സെപ്റ്റംബർ ഇപ്പം മധ്യത്തോടുകൂടി നടക്കും, നവംബറിലേ നടക്കത്തുള്ളൂ. ഒക്ടോബറിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. നമ്മളൊരു വാർത്തയെ കുട്ടികൾ, പ്രത്യേകിച്ചും ഒരു 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണുമ്പം അവർ വിശ്വസിക്കുന്ന ന്യൂസുകൾ മാത്രമേ ഏത് ചാനലായാലും ഇടാവുള്ളൂ. കാരണം നമ്മൾ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ന്യൂസ് ഇടാനുള്ള താല്പര്യം എനിക്കുമില്ല. കാരണം റീച്ച് കിട്ടുന്നതല്ല, നമ്മൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഏറ്റവും അവർ കാത്തിരിക്കുന്ന ന്യൂസുകൾ. ഇപ്പൊ ഏറ്റവും കാത്തിരിക്കുന്ന ന്യൂസാണ് +1 ഇംപ്രൂവ്മെന്റ് എന്നാണ്. അതിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഫൈനലായിട്ടൊരു ഇനി ഡേറ്റ് വളരെ അടുത്ത് തന്നെ, ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഡേറ്റ് വന്നേക്കാം. ഒക്ടോബറിൽ ഫൈനൽ പരീക്ഷ ഉറപ്പിച്ചു. ഒക്ടോബറിൽ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉറപ്പിച്ചു. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്തേക്കുക. ഇനി അതിനകത്തൊരു മാറ്റം ഇല്ല എന്നുള്ളതാണ്. ഇതിപ്പം +1 സേ എഴുതേണ്ട കുട്ടികളാണെങ്കിൽ പോലും, +1 തോറ്റ കുട്ടികൾക്കുള്ളതാണെങ്കിലും, ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട കുട്ടികൾക്കാണെങ്കിലും, സേ എഴുതേണ്ട ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം ഇത് മാക്സിമം യൂസ് ആണ്. ഒക്ടോബറിൽ നല്ല കിട്ടുകനായിട്ട് പഠിച്ചാൽ 3 വിഷയങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഇതിൽ കൂടുതൽ അവസരങ്ങളില്ല എന്ന് ഞാൻ പറയുന്നത്. അവസരങ്ങൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഇപ്പം നമ്മുടെയൊക്കെ എല്ലാ ബാച്ചസിലും ഇപ്പം എല്ലാ രീതിയിലും കൃത്യമായിട്ട് ടൈം ടേബിൾ ഇട്ട് സെപ്റ്റംബർ പകുതി അല്ലെങ്കിൽ 20 ആകുമ്പോഴത്തേനും പോർഷൻ തീർത്ത് പിന്നീട് റിവിഷൻ ചെയ്ത് നമ്മൾ അറിയത്തില്ല, നമ്മൾ തന്നെ പഠിച്ച് ഡബിൾ പാസ് മാർക്ക് ഈസി ആയിട്ട് അങ്ങ് സ്കോർ ചെയ്യും. നല്ല നോട്ട്സ്, സിമ്പിൾ നോട്ട്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കൊടുക്കും. കാരണം നമ്മുടെ ബാച്ചസിൽ പഠിക്കുന്ന ഇത്രയും വിജയശതമാനം എപ്പോഴും കിട്ടുന്നതിനുള്ള കാരണം അത് തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും അല്ല, അധ്യാപകർ നല്ലപോലെ കഷ്ടപ്പെടും, വിദ്യാർത്ഥികൾ അതിനെക്കാട്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഏത് കുട്ടിക്കും ജയിക്കാം, അതാണ് ഏറ്റവും ഡബിൾ പാസ് മാർക്ക് മിനിമം സ്കോർ ചെയ്യാം. ഇനി നല്ല ഇമ്പ്രൂവ്മെന്റ്, നല്ല മാർക്ക് മേടിക്കേണ്ടവർക്കും ഓക്കെയാണ്. അതായത് എല്ലാവർക്കും ഇവിടെ ഓക്കെയാണ്. എൻ്റെ അർത്ഥം നല്ലപോലെ പഠിക്കുക, പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. ജയിക്കേണ്ടവർ നല്ലപോലെ പഠിച്ചാൽ ഡബിൾ പാസ് മാർക്ക് ഈസി ആയിട്ട് ജയിക്കാം. ഈസി ആയിട്ട് വിചാരിച്ചാൽ നിങ്ങളൊന്നും ഈ പറയുന്ന മാർക്ക് ഒന്നും മേടിക്കത്തില്ല എന്നുള്ളൊരു വാർണിംഗ് കൂടെ തന്നേക്കാം. എന്തായാലും ഓൺലൈൻ ബാച്ചസിൽ ചേരേണ്ടവരെല്ലാം നിങ്ങൾക്ക് ചേരാം. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്ട്, വാട്സ്ആപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് പറയുക. അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റിന്റെ ഡേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇടും. അല്ലാതിന് മുമ്പേ ഒരു ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിടത്തില്ല. കൃത്യമായിട്ട് അതിനുശേഷം കൃത്യമായ സത്യസന്ധമായ ന്യൂസ് നിങ്ങളുടെ മുമ്പിലെത്തും. ഓക്കെ, ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്.